ഹലോ, സുഖാണോ എല്ലാവർക്കും? ഡ്രസ് ബാഗിന് വേണ്ടി ഞാൻ കളക്ട് ചെയ്യുന്ന ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള ബോക്സിലാക്കി വെക്കാറാണ് കേട്ടോ പതിവ്. ഞാൻ എന്നും രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഇതൊക്കെ എടുത്ത് മെഷീൻ വാഷ് ചെയ്ത് സൂര്യേട്ടൻ്റെ ചൂടിൽ ഉണക്കിയെടുത്ത് മടക്കി വെക്കുന്ന കൂടുതൽ എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ ആലോചിക്കാറുണ്ട് വീട്ടു ജോലി അമ്മയുടെ വർക്ക് ഇതിൻ്റെ ഇടയിൽ ഇതിനെപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന്. ഇത് തുടങ്ങി വെച്ച ഞാനാണെങ്കിലും വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ എഫർട്ട് എടുക്കുന്ന മൊത്തം എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ ഡ്രസ്സ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന കവർ കാണുമ്പോൾ തന്നെ അമ്മ പറയും, ആഹാ ഇന്ന് സേതുമാധവൻ്റെ പെട്ടി നിറയുമല്ലോ എന്ന്. ഏത് അത് തന്നെ ആൻഡ്രൂ സേതുമാധവനെ ഏൽപ്പിച്ച പെട്ടി. തോമസ് കുട്ടിയുടെയും ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന പെട്ടി. ആ പെട്ടിക്ക് വേണ്ടി തന്നെയല്ലേ പിന്നീട് തോമസ് കുട്ടി ഫ്രണ്ട്സിനെ ചതിക്കാൻ നോക്കിയത്. എന്നിട്ട് എന്തായി? ഇതേ ഫ്രണ്ട്സ് തന്നെ വേണ്ടി വന്നില്ലേ ഡോറോത്തി മാതാവിയുടെ പ്രശ്നത്തിൽ നിന്ന് തോമസ് കുട്ടിയെ രക്ഷിക്കാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്കായി പോയപ്പോൾ കൂട്ടായും താങ്ങായി നിന്നവരെ പണത്തിന് വേണ്ടിയോ മറ്റൊന്നിനു വേണ്ടിയോ ചതിക്കരുത്. ചതിക്കപ്പെട്ട ആളൊരു പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ അങ്ങ് ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ ദൈവം എല്ലാം കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം. അല്ല പിന്നെ അയ്യോ, നമ്മൾ ഒരുപാട് ദൂരം മുമ്പോട്ട് പോയിരിക്കുന്നു. ഡ്രസ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങിയ ഹരിഹർ നഗർ വഴി എൻ്റെ ജീവിതത്തിലെ ഏടുകൾ തിരഞ്ഞു പോയി. സോറി. ഡ്രസ്സ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയിട്ട് ആമിക്കുട്ടിക്ക് ഒരു സംശയം. കുട്ടികളല്ലേ, സംശയങ്ങളുണ്ടാവാം, സ്വാഭാവികം. ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മി രാവിലെ ഹോസ്പിറ്റലല്ലേ പോണത്, മമ്മി ഡോക്ടറല്ലേ, പിന്നെ എന്തിനാ ഈ തുണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴുകി കൊടുക്കുന്നത്? ആഹാ, നല്ല ചോദ്യം. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇത്രയും നാൾ ഞാനത് ചെയ്തിട്ട് ആമിക്ക് ഇപ്പോഴാണ് ഈ ഡൗട്ട് അടിച്ചത് എന്നതായിരുന്നു എൻ്റെ ഡൗട്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആമി കുഞ്ഞിൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അച്ഛമ്മ, അച്ഛൻ, കൊച്ചച്ഛൻ, കുഞ്ഞമ്മ, ആൻറ്റി, കുഞ്ഞാവന്മാർ, അങ്ങനെ എല്ലാവരും ഇല്ലേ? അതുപോലെ ഒരുപാട് വീട്ടിൽ നിന്ന് വന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും ആവാക്കളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്ക് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ സന്തോഷം തോന്നും. അവരുടെ സന്തോഷം നമുക്കൊരു പ്രാർത്ഥനയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കും. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അമ്മ ഇത്രയും മത്സരിട്ട് ഉത്തരം പറഞ്ഞ് നിർത്തിയില്ലെങ്കിൽ ഇതിന് പുറകെ ഒരു 100 ചോദ്യം വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അത് ഭയങ്കര സീരിയസ് ആയിട്ടോ എടുത്തത്. അമ്മയോട് പറഞ്ഞിട്ട് അലമാരിൽ നിന്ന് കുറേ ഫ്രോക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ കൊടുത്ത് അവരെടുക്കുമോ അമ്മി? ആഹാ, അവൾ കൊടുക്കാൻ പറഞ്ഞ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു. ഞാൻ വീണ്ടും അവളോട് ചോദിച്ചു, വാവേ ഇത് കൊടുക്കാൻ തന്നെയാണോ ഉദ്ദേശം? കൊടുത്താൽ പിന്നെ പെടലും നമ്മൾ പിടങ്ങുന്ന സമയത്ത് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വഴക്കിടരുത് കേട്ടോ. പക്ഷേ പാരമ്പര്യമായിട്ട് തന്നെ നല്ല വാശിയുള്ള ജീനുകൾ അവളുടെ DNA ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരി തീരുമാനം മാറ്റിയില്ല. അങ്ങനെയെങ്കിലും ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുത്തേക്കാന്ന് ഞാൻ ഉറപ്പും കൊടുത്തു. ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് 2 കാര്യം മനസ്സിലായി. ഒന്ന്, നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും കുട്ടികളുടെ ചിന്തയും പ്രവൃത്തിയെ എത്രത്തോളം സ്വാധീനിക്കുമെന്നും. രണ്ടാമത്തെ കാര്യം, അവളുടെ മനസ്സിൽ ആരോടും പറയാത്ത എന്തോ ഒരു വലിയ ആഗ്രഹം ഉണ്ടെന്നും. നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ് കിട്ടുമ്പോൾ അവരുടെ സന്തോഷത്തിൽ ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അത് അവളുടെ മനസ്സിലുണ്ട്. കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു പുള്ളിക്കാരി. പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാം, അതല്ലേ നല്ലത്. അവളുടെ ആഗ്രഹം എന്തുവാണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി. ആമിക്കുട്ടി അച്ഛൻ്റെ ചട്ടമ്പിക്കുട്ടിയൊക്കെ ആണെങ്കിൽ അമ്മയുടെ കുഞ്ഞു മാലാക്കുട്ടിയാണ്. അപ്പോൾ ഡൊണേറ്റ് ചെയ്ത ഫ്രോക്കെല്ലാം വാഷ് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സും കുഞ്ഞുടുപ്പുകളൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.